ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ വേക്കൻസിയാണ്. റീസെന്റ് വേക്കൻസിയാണ്, വളരെയേറെ വേക്കൻസി ഉണ്ട്. പക്ഷേ IT ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് കൂടുതൽ. അതല്ലാതെ ഉണ്ട് HR വേക്കൻസി ഉണ്ട്. അങ്ങനെയുള്ള IT ലെവലിലല്ലാത്ത ഒരുപാട് വേക്കൻസി ഉണ്ട്. IT ലെവലിന്റെയാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ ഈ വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേക്കൻസി ഉണ്ട്, വളരെയേറെ വേക്കൻസി ഉണ്ട്. അവിടെ നോക്കണം. നമുക്ക് അവരുടെ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയോ വേക്കൻസികളുണ്ട്. നിങ്ങൾ പറയുന്നു വേക്കൻസി ഇല്ലെന്ന്. ഞാൻ ഇന്നലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് TCSൽ ഞാൻ ഇട്ടിരുന്നു. ഒരുപാട് പേരത് കണ്ട്, പക്ഷെ ആരൊക്കെ അപ്ലൈ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ TCSന്റെ ആ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. പക്ഷെ അതറിയാതെ സബ്മിറ്റ് ആയിപ്പോയി, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. എനിക്ക് മെയിൽ വന്ന്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള മെയിൽ വന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരാത്തെന്ന് എനിക്കറിയത്തില്ല. ഇന്നലത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്നത് വീണ്ടും കാണിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഇപ്പൊ ഇൻഫോ പാർക്ക് ആൻഡ് ടെക്നോ പാർക്കിന്റെ വേക്കൻസിയാണ്. മൾട്ടിപ്പിൾ റോളാണ് ഇതിനകത്ത്. ടോപ്പ് NMC കമ്പനിയുടെ വേക്കൻസിയാണ്. പ്രഷർ ആൻഡ് എക്സ്പീരിയൻസിന്റെ വേക്കൻസി ഉണ്ട്. കേരളത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയിലുണ്ട്. കൊച്ചി phase 1 phase 2 രണ്ട് സ്ഥലത്തുണ്ട്. തൃശ്ശൂരുണ്ട്, അങ്ങനെ തിരുവനന്തപുരത്തുണ്ട്. പല സ്ഥലങ്ങളിലുണ്ട് വേക്കൻസി കേരളത്തിൽ തന്നെ. അത് കണക്ക് തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് കണക്ക് അനുയോജ്യമായ വേറെ ഒരു കമ്പനികളിലുമില്ല. ഇതിലൊക്കെ പരമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ്, അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോവുകയോ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇടുമ്പോൾ പലയിടത്തും നമ്മൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, ഓഫ്ലൈനിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊറിയറിലൂടെ അയച്ചാൽ മതി. പക്ഷെ ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് സിറ്റി കിട്ടത്തില്ല. ഞാൻ 1-2 വീഡിയോയിൽ എനിക്ക് കമന്റ് വന്ന് സിറ്റി സെലക്ട് ആകുന്നില്ല, അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സബ്മിറ്റ് ആകത്തില്ല, അവിടെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കും. പക്ഷെ ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇമെയിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ CV അല്ലെങ്കിൽ ബയോഡാറ്റ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടുന്ന് നിങ്ങൾ മൊബൈലിൽ കൂടെ ആയിക്കോട്ടെ, ലാപ്ടോപ്പിൽ കൂടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ഡിവൈസിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ മൊബൈലിലുള്ള നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ബയോഡാറ്റ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അവരുടെ ഈ ഇൻഫോ പാർക്കിന്റെ ജോലിയുടെ കാര്യങ്ങൾ ഇവിടെ നമ്മളെ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ കാണാം. അവിടെ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ കാണിക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്. ആ ഒരു തരത്തിൽ നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കി ഒന്ന് മോഡിഫൈ ചെയ്ത് മെയിൽ ചെയ്താൽ മതി. മെയിൽ ചെയ്യുവാനായിട്ട് എല്ലാവർക്കും, അതായത് 100% ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാം മെയിൽ ചെയ്യുവാൻ അറിയാൻ മേലാത്തവരാരുമില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ മെയിൽ ചെയ്താൽ മതി. നമുക്ക് ഇവരുടെ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ആ ടെക്നോ പാർക്കിന്റെ നമുക്ക് അവരുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ആദ്യം ഞാൻ കാണിക്കുന്ന ടെക്നോ പാർക്കിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇൻവോൾവ്മെന്റ് വേർ യു ക്യാൻ ട്രൈ. ഇത് ടെക്നോ പാർക്കിന്റെ വേക്കൻസിയാണ്. നിങ്ങൾ നോക്കണം, ഇത് 30 ജൂൺ വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് 30 ജൂൺ, ഇവിടെ 5 ജൂൺ. അങ്ങനെ എല്ലാം നമുക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് നോക്കി നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇവിടെ 27 ജൂൺ വരെ ഇവിടെ ശ്രുതി ഇന്നോവേറ്റീവിന്റെ വേക്കൻസിയാണ്. ഇത് 27 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് 6 ജൂലൈയാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അനക്സിന്റെ ഉണ്ട്, ഇവിടെ 1 ജൂൺ വരെയേ ഉള്ളൂ. ഇത് 30 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അനക്സിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. ജൂൺ 1-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 30 ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 17 ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലോസിംഗ് ഡേറ്റ് 17 ജൂണാണ് ഇവിടെ വരുന്നത്. എല്ലാം മുന്നേ ഉള്ള, നിങ്ങൾ നോക്കണം. മെയിൽ ഇപ്പൊ കഴിഞ്ഞു പോയ ഡേറ്റ്, നമ്മൾ ഇന്ന് 29 മുന്നുള്ള ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യില്ല. ഇവിടെ IT-കാർക്കാണ്, അതായത് എഞ്ചിനീയർമാർക്കുള്ള വേക്കൻസിയാണ് കൂടുതൽ. അതല്ലാതെയും വേക്കൻസി ഉണ്ട്. ഇവിടെ നോക്ക്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ വേക്കൻസി ഉണ്ട്. 1 ജൂണാണിത്. പേഴ്സണൽ ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട്. അപ്പൊ ഏതൊക്കെ വേക്കൻസികളാണ് പറയുന്നത്? സ്ക്രം മാസ്റ്ററിന്റെ വേക്കൻസി ഉണ്ട്, ഡാറ്റ സയന്റിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്,
നിങ്ങൾ പറയും വേക്കൻസി ഇല്ലെന്ന്. എന്തുമാത്രം വേക്കൻസി വരുന്ന ടെക്നോ പാർക്കിന്റെ വേക്കൻസി ഈ കാണുന്നത് മൊത്തം. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം. അതായത് നിങ്ങൾക്ക് ഒരു പ്രയാസവും ഓൺലൈനിൽ പോകണ്ട, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. ഇമെയിൽ ID തന്നിട്ടുണ്ട്. നിങ്ങൾ ഇമെയിൽ ചെയ്താൽ മതി, HR ഇമെയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ ആ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ, നിങ്ങൾ ബയോഡേറ്റ എങ്ങനെ ഉണ്ടാക്കുന്ന ആ ബയോഡേറ്റ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കും. അതായത് ഞാൻ ഒന്നുമില്ലാതെ എന്റെ ബയോഡാറ്റ ഞാൻ അയച്ചിട്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച്, അപ്പൊ പിന്നെ നിങ്ങളെ എന്തുകൊണ്ട് വിളിക്കത്തില്ല? ഇത് 26 പോസ്റ്റഡ് 26 മേയാ പറയുന്ന പോലീസിന്റെ ഈ വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് 26 മേയാ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യില്ല. 26 മേയുടെ ഒക്കെ കഴിഞ്ഞു പോയി. ഇത് നമുക്ക് നോക്കാം. ഇത് 2 ജൂണിന്റെയാണ്. ആരവിന്റെ വേക്കൻസിയാണ്.